വഴിയെ ഹൃദയവയലുകൾ തേടി വാഗ്ദത്തനാട്ടിലേക്കൊരു യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. സ്നേഹം നിറഞ്ഞ ഷാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകരെയും പുറപ്പാടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൻ്റെ 24-ാം അധ്യായം 28-ാം വാക്യമാണ്. അതിൽ സുവിശേഷകനായ മത്തായി ശ്ലീഹ നമ്മളോട് പറയുകയാണ്, ശവമുള്ളിടത്ത് കഴുകന്മാർ കൂടും. ഇത് പല പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുള്ളൊരു വാക്യമാണ്, വചനമാണ്. എന്നാൽ ഇത് ആദ്യം നമുക്കിതിൻ്റെ അർത്ഥമേ മനസ്സിലാവുന്നുള്ളൂ. എന്താണ് ഈശോ ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ചിന്തിച്ചാൽ അത്ര പെട്ടെന്ന് മനസ്സിലാകുകയില്ലായിരുന്നു. എന്നാൽ പിന്നീട് ദൈവവചനത്തിൻ്റെ ആഴം അല്ലെങ്കിൽ അതിൻ്റെ ബോധ്യം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ചാപ്റ്ററിൻ്റെ മുഴുവൻ സംക്ഷിപ്തമായിട്ട് ഒരു വാക്യത്തിലേക്ക്, ഒരു വചനത്തിലേക്ക് കർത്താവ് കൊണ്ടുവന്ന് ഒതുക്കിത്തരും. ഉദാഹരണം പറഞ്ഞാൽ 10 നിയമങ്ങളെ, 10 കൽപ്പനകളെ, മോശയിലൂടെ നൽകിയ കൽപ്പനകളെ അതിൻ്റെ ഒത്തിരിയേറെ ആഴങ്ങളിലേക്ക് പഠിച്ചവരാണ് നിയമജ്ഞരൊക്കെ. അതിൻ്റെ സർവ്വ അവസ്ഥകളും കീറി മുറിച്ച് പഠിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകളെ വ്യാഖ്യാനിച്ച് പഠിച്ചവരാണ് നിയമജ്ഞർ അല്ലെങ്കിൽ യഹൂദന്മാർ. എന്നാൽ ഈശോ ആ നിയമങ്ങളെ മുഴുവൻ ക്രോഡീകരിച്ച് നീ നിൻ്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെയും സ്നേഹിക്കുന്നതിന് തുല്യമായി നിൻ്റെ സഹോദരനെയും സ്നേഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൽപ്പനകളുടെ മുഴുവൻ സാരാംശം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ലക്ഷ്യം എന്താണ് എന്ന് പറഞ്ഞാൽ ചില അധ്യായങ്ങളിൽ ചില ഉപമകളൊക്കെ ഈശോ പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് അതിൻ്റെ ലക്ഷ്യമായിട്ട് ഒരു വാക്യത്തിൽ, ഒരു വചനത്തിലേക്ക് ഈശോ കൊണ്ടുവന്ന് എത്തിച്ച് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ഉദാഹരണങ്ങൾ ബൈബിളിലുണ്ട് ഈശോ പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ ഒരു വാക്യം, ഒരു വചനം ഇട്ടിരിക്കുകയാണ്, ശവമുള്ളിടത്ത് കഴുകന്മാർ കൂടും. അങ്ങനെ തന്നെയാണത്. നോക്കാം നമുക്ക് 24-28. ശവമുള്ളിടത്ത് കഴുകന്മാർ വന്നുകൂടും. ആരാണ് ശവം, ആരാണ് കഴുകന്മാർ? അതിൻ്റെ ഉത്തരമാണ് അതിന് തൊട്ട് മുകളിലേക്കുള്ള ഭാഗങ്ങളിൽ കിടക്കുക. അപ്പോൾ പലപ്പോഴും നമ്മൾ ഓർക്കണം, ദൈവവചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ചിലപ്പോൾ ആ ചാപ്റ്ററിൽ തന്നെ അതിൻ്റെ ആഴം കിടപ്പ് കാണും. ചിലപ്പോൾ ആ ചാപ്റ്ററിലെ ഒരു പാരഗ്രാഫിൽ തന്നെ അതിൻ്റെ ആഴം കൃത്യമായ വ്യക്തതയോടുകൂടി കാണും. ചിലപ്പോൾ ആ സുവിശേഷത്തിൻ്റെ അകത്ത് മുഴുവൻ അതിൻ്റെ വ്യാഖ്യാനവും ആഴവും എല്ലാം കിടക്കുകയായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ ഓരോ സുവിശേഷം എഴുതിയപ്പോഴും ഓരോ സുവിശേഷകൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലും ഒരു തിയോളജി തന്നെയുണ്ട്. ഒരു ദൈവശാസ്ത്രം മുന്നിൽ കണ്ട് തന്നെയാണ് അവരന്ന് ദൈവശാസ്ത്രം പഠിച്ചോന്ന് നിങ്ങൾ ചോദിക്കരുത്. പക്ഷേ പരിശുദ്ധാത്മാവ് നൽകിയ കൃത്യമായ ദൈവീക വശങ്ങളോട് കൂടി തന്നെയാണ് ഈശോ മനുഷ്യനാണെന്ന് ഒരു സുവിശേഷത്തിൽ കൊണ്ടേ നമ്മളെ മനുഷ്യനായ ക്രിസ്തുവിനെ പറ്റി, ആ മനുഷ്യനായ ക്രിസ്തു എത്രയധികം സഹിച്ചു, എങ്ങനെയൊക്കെ ജനിച്ചു, അല്ലെങ്കിൽ എന്തായിരുന്നു എന്ന് കാണിച്ചു തരുമ്പോൾ അടുത്തത് യോഹന്നാൻ എന്ന് പറയുന്ന ഈശോ സ്നേഹിച്ച ശിഷ്യൻ എഴുതിയിരിക്കുകയാണ്, ഈശോ ദൈവമാണ്. അതായത് ആദ്യം തുടങ്ങിയേ ഉണ്ട്. അങ്ങനെ അവർക്ക് കൃത്യമായ കാഴ്ചപ്പാട് തന്നെയുണ്ട്. അത് പരിശുദ്ധാത്മാവ് അവർക്ക് നൽകിയ ജ്ഞാനം കൊണ്ടാണ്. ഇവിടെ ആരാണ് ഈ കഴുകന്മാർ എന്നും ആരാണ് ശവമായി മാറുന്നതെന്നും ഇതിന് തൊട്ട് മുൻപിലെ വാക്കുകൾ വായിക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇന്ന് അതിന് വലിയ പ്രസക്തിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ശുശ്രൂഷയിൽ ഈ വചനം പങ്കുവെക്കുന്നത്. കാരണം അനേകം ശവങ്ങൾ കൂടുകയും അനേകം കഴുകന്മാരിങ്ങനെ ജീവൻ പ്രാണൻ വെടിയാൻ നിൽക്കുന്ന ജീവനെ ഉണ്ടല്ലോ, മനുഷ്യൻ്റെ ജീവനെ നോക്കിയിരിക്കുക. ഇപ്പം മരിക്കുമോ. എന്തോ ഒരു പ്രോഗ്രാമിൽ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, കണ്ട ഒരു സംഭവം, ഒരു ഡോക്യുമെൻ്ററി ആണോ എന്തോ ആണ്. അതിൻ്റെ അകത്ത് ഇങ്ങനെ മരണം കാത്തു നിൽക്കുന്ന അനേകരെ ഞാൻ ഓർക്കുന്നുണ്ട്. ഓരോ സെക്കൻഡ് ഇവരെല്ലാം നോക്കി നിൽക്കുക, എപ്പം മരിക്കും. ഇതുപോലെ തന്നെയാണ്, എപ്പം മരിക്കും. ജീവൻ ഇങ്ങനെ പിടച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പിടഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവൻ എപ്പോൾ പോകും നോക്കി നിൽക്കുന്ന അനേകം പേര്. കാരണം എന്താണ്? മരിച്ചു കഴിഞ്ഞാൽ ഇത് എൻ്റെ ഭക്ഷണമായി മാറും, മരിക്കണം, അതിനു വേണ്ടിയാണ്. എന്നാൽ ക്രിസ്തു നമ്മളോട് പറഞ്ഞു, ഈ ലോകത്തിലേക്ക് വന്നപ്പോഴേ പറഞ്ഞു, ഞാൻ ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി നൽകുവാനും വന്നു. സമൃദ്ധമായ ജീവൻ. അതുകൊണ്ടാണ് സമരിയക്കാരി സ്ത്രീയോട് പറഞ്ഞത്, നീ എന്നിൽ നിന്ന് ഞാൻ തരുന്ന ജലം കുടിച്ചാൽ നിനക്ക് ദാഹിക്കുകയില്ല, പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് നൽകും, അത് നിത്യജീവനിലേക്ക് നിങ്ങളെ നയിക്കും, ഞാൻ വന്നിരിക്കുന്നതിന് നിത്യമായ ജീവൻ നൽകാനാണ്. ഇങ്ങനെയെല്ലാം പറഞ്ഞ ക്രിസ്തു പറഞ്ഞ സർവ്വവചനങ്ങളെയും അതിൻ്റെ എല്ലാ അർത്ഥങ്ങളും മാറ്റിമറിച്ച് സ്വയം പ്രകാശിക്കുവാനോ എന്തെങ്കിലും സ്വാർത്ഥമായ നേട്ടങ്ങൾക്ക് വേണ്ടിയോ ഉപയോഗിച്ച് അവനോൻ്റേതായ ഒരു വലിയ ദൈവശാസ്ത്രം കൊണ്ട് പടുത്തുയർത്തുമ്പോൾ
എന്ത് സംഭവിക്കുന്നു? അവർ വ്യാജ പ്രബോധനങ്ങളും കള്ളപ്രവചനങ്ങളും നടത്തി അനേകം മനുഷ്യരെ ശവങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. അഥവാ ജീവൻ പിടച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം മരിക്കും എന്ന് കരുതി അതിനെ നോക്കിയിരിക്കുന്നു. എന്താണ് ഈശോ ഇവിടെ ഉദ്ദേശിച്ചത്? അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിന് അതിന് എന്താണ് പ്രാധാന്യമുള്ളത്? അനേകം അബദ്ധ പ്രബോധനങ്ങൾ ഓരോ നിമിഷവും നടക്കുന്നുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ എൻ്റെ ചില സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഒരു ധ്യാനം കൂടി മറ്റൊരു വിശ്വാസത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ധ്യാനം കൂടി ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി. അതിനുശേഷം വന്നു കഴിഞ്ഞപ്പോൾ ഈ കുറച്ച് ദിവസമൊക്കെ പ്രാർത്ഥിച്ചൊക്കെ ഇരുന്ന് കാണാം. എങ്ങനെയാണെന്ന് എനിക്ക് ആളെ അറിയത്തില്ല, അതുകൊണ്ട് ഡീറ്റെയിൽ അറിയില്ല. എങ്ങനെയാണെങ്കിലും പെട്ടെന്ന് തോന്നലുകൾ പലതിങ്ങ് വന്നെന്ന് തോന്നുന്നു. ആ തോന്നലുകൾക്കിടെ ഉത്തരം പോലെ അനേകരെ ബന്ധങ്ങളെയൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് രാവും പകലും ഇല്ലാതെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അവർ സന്ദേശം കൊടുത്തു. അപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരുമാതിരി, പ്രത്യേകിച്ച് ഈ സമയം കോവിഡിൻ്റെ സമയമാണ്, ലോകം മുഴുവൻ മരണം മുന്നിൽ കണ്ട് ജീവിക്കുന്ന ഒരു സമയം. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാവുന്ന സംവിധാനങ്ങളോട് പ്രാർത്ഥിക്കുന്നവരോടൊക്കെ പെട്ടെന്ന് എല്ലാവരും ചേരുകയും, ദൈവവിശ്വാസമുള്ളവർ, അല്ലാത്തവരൊരു പരിധിവരെ ദൈവം എവിടെയെന്ന് ചോദിച്ച് നടക്കുന്നവർക്ക് ആ ഉത്തരമില്ല. പക്ഷേ ദൈവവിശ്വാസമുള്ളവരൊക്കെ എവിടെയും പ്രാർത്ഥനയിലേക്ക് ജോയിൻ ചെയ്യും. കാരണം എന്താണ്? ഈ ലോകത്തിൽ നിന്ന് ഈ മഹാമാരി പെട്ടെന്ന് പോകാനും മരുന്ന് കണ്ടുപിടിക്കാനും രോഗികളെ സമർപ്പിച്ചൊക്കെ പ്രാർത്ഥിക്കും. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു ഗാങ്ങിനെ സൃഷ്ടിച്ചു. പക്ഷേ പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് പണമിടപാടുകൾ വന്നു. പണമിടപാടുകൾ ചോദിച്ച രീതിയിൽ ഒരു വ്യക്തി കൊടുക്കാതെ വന്നപ്പോൾ ഈ ആളിട്ട ഒരു വാട്സാപ്പ് മെസ്സേജ് എനിക്ക് അയച്ചു തന്നിട്ട് പേടിയോടെ, എൻ്റെ സുഹൃത്തായതുകൊണ്ട് എന്നോട് പറഞ്ഞു, എൻ്റെ കൂട്ടുകാരിയുടെ ഒരു കൂട്ടുകാരിയാണ്, എൻ്റെ കൂട്ടുകാരി എന്നോട് പറഞ്ഞു, ഇതിന് പെട്ടെന്നൊരു മറുപടി ഇടാമോ? ഇങ്ങനെ വളരെ വിധവയാണ് ഈ ആൾ. രണ്ടാമത് കുഞ്ഞുങ്ങൾ രണ്ടും ഈ മെസ്സേജ് കേട്ട് പേടിച്ച്, അതായത് ഈ മെസ്സേജിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഞാൻ പറയുന്നത് പോലെയൊക്കെ ചെയ്തില്ലെങ്കിൽ അതിൻ്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കും. പിന്നെ പറഞ്ഞത് ഞാൻ ഈ ചാനലിലൂടെ പറയുന്നില്ല. അപ്പോൾ ഈ സാധാരണക്കാരായ, അല്ലെങ്കിൽ രോഗത്തെയോ അല്ലെങ്കിൽ വിധവയായി ജീവിക്കുമ്പോഴൊക്കെ കുറച്ചുകൂടെയൊക്കെ മനസ്സിൻ്റെ ധൈര്യമൊക്കെ ചിലപ്പോൾ പലർക്കും കുറവായിരിക്കും. പെട്ടെന്ന് ഈ സ്ത്രീയെ അത് ബാധിച്ചു. അതിൻ്റെ ഉറക്കം പോയി വളരെയധികം ബലഹീനമായ അവസ്ഥയിലേക്ക് സ്ത്രീ വന്നു. അപ്പോൾ ഞാൻ ആ സ്ത്രീക്ക് തിരിച്ച് വോയിസ് മെസ്സേജ് ഇട്ടു, നിങ്ങളൊന്നും പേടിക്കരുത്, നിങ്ങൾ ഭയപ്പെടരുത്. കാരണം സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയോ സ്വന്തം മേന്മയ്ക്ക് വേണ്ടിയോ സ്വയം പ്രകാശിക്കാനോ ദൈവവചനത്തെ കൂട്ടുപിടിക്കുന്ന ആരെയും നിങ്ങൾ പേടിക്കണ്ട. അവർ പറയുന്ന ഒരു സന്ദേശങ്ങളെയും നിങ്ങൾ പേടിക്കണ്ട. ദൈവത്തിൻ്റെ ശുശ്രൂഷകരായി ദൈവം അഭിഷേകം ചെയ്യുന്നത് ഒരു വ്യക്തിയെ സ്വന്തമായിട്ട് പ്രകാശിക്കാനോ അല്ലെങ്കിൽ ആരെയും ഭീഷണിപ്പെടുത്തി അവനവൻ്റെ കാര്യങ്ങൾ നേടാനോ അല്ല. അതായത് സഭ അനുവദിച്ച സംവിധാനങ്ങളല്ല, സഭയിലെ വിശ്വാസം പോലും അറിയത്തില്ല. അപ്പോൾ അവനവന് തോന്നുന്ന കാര്യങ്ങളെ വ്യാഖ്യാനിച്ച് അവനവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ നേടാൻ വേണ്ടിയുള്ള സംവിധാനമായി വിശ്വാസത്തെയും സാധാരണക്കാരായ മനുഷ്യരെയും കാണിക്കുമ്പോൾ ഇവരുടെ ജീവൻ സത്യത്തിൽ വെപ്രാളപ്പെടുകയാണ്. മാനസികമായും ശാരീരികമായും ആത്മീയമായും ഇവരെല്ലാം എന്ത് ചെയ്യണമെന്നറിയാതെ വ്യക്തമായ ഉറപ്പോടുകൂടി ജീവിക്കാത്ത ഒരു പറ്റം ആൾക്കാരെ, ചഞ്ചലചിത്തരായ മനുഷ്യരെ അരാജകത്വത്തിൻ്റെ ആത്മാവിലേക്ക് നയിക്കാൻ പറ്റും. അതുകൊണ്ട് പൗലോസ്ലീഹ പണ്ടേ എഴുതി വെച്ചു, അരാജകത്വത്തിൻ്റെ ആത്മാവ് നിങ്ങളെ നയിക്കും, ഉണ്ടാകും, സഭയിലുണ്ടാകും. കാരണം ആരാണ്? എല്ലാവരും രാജാക്കന്മാരാകുന്നതിൻ്റെ പേര് അരാജകത്വം. ഒരു ലീഡറിനെയും അനുസരിക്കണമെന്നില്ല. അപ്പോൾ എന്താണ് പ്രശ്നം? എന്താണ്? തിരുസഭയ്ക്ക് വ്യക്തമായ ചട്ടക്കൂടുകളുണ്ട്. അതിനെ അനുസരിച്ച് പോകുമ്പോൾ അതിൻ്റേതായ ചിട്ടയിലൂടെ പോകേണ്ടി വരും. ഇപ്പോൾ ഒരു ശുശ്രൂഷ ചെയ്യുന്നുണ്ടെങ്കിലും, ഒരു ഇടവകയിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു രൂപതയിലാണെങ്കിലും ഒക്കെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ UAE-യിലൊക്കെ ഒരു ശുശ്രൂഷ ചെയ്യണമെങ്കിൽ ഇവിടുത്തെ വൈദികരുടെ അനുവാദം തന്നെ ഓടുകൂടിയുള്ളവരാണ് ശുശ്രൂഷ ചെയ്യുന്നത്. ട്രെയിനിങ്ങുകൾ കിട്ടിയവരൊക്കെയാണ്. അല്ലെങ്കിൽ കൃത്യമായ ചട്ടക്കൂട് തന്നെയുണ്ട്. തിരുസഭയുടെ ചട്ടക്കൂടിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ അതിന് ചില കൺട്രോളുകളുണ്ട്. കാരണം അത് ആവശ്യമാണ്. അവനവന് ഇഷ്ടമുള്ള എല്ലാ തരത്തിലും ബൈബിളിനെ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയാൽ ഒരു മനുഷ്യനെ കൊല്ലാനും ബൈബിളിൽ എവിടെയെങ്കിലും വാക്യം കണ്ടുപിടിച്ചുകൊണ്ട് വരും, ഒരു മനുഷ്യനെ ജീവിപ്പിക്കാനും ബൈബിളിൽ നിന്ന് എവിടെയെങ്കിലും ഒരു വാക്യം കണ്ടുപിടിച്ചുകൊണ്ട് വരും. ഉദാഹരണം, ആമോസ് പ്രവചനത്തിലൊക്കെ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞാൽ, ജെറമിയ പ്രവചനത്തിലൊക്കെ പ്രവാസികളായ ഇസ്രായേൽ ജനത്തോട്, പാപത്തിൽ മുഴുകി വിഗ്രഹങ്ങളിൽ മുഴുകി ജീവിച്ച ഇസ്രായേൽ ജനത്തോട് നിങ്ങളെ ഞാൻ ശിക്ഷിക്കും എന്ന് എഴുതിയ ഒരു വചനം അവിടെ കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് വരാൻ പറ്റും. ഇത് വെച്ചിട്ട് അങ്ങ് വ്യാഖ്യാനിച്ച് കഴിഞ്ഞ് ഞാൻ ശിക്ഷിക്കുന്ന ദൈവമായിട്ട് അവിടെ കൊണ്ടുവരാം. ഇനി നിങ്ങളോട് ഞാൻ കരുണ കാണിക്കുന്ന ദൈവമാണ്, പലയിടത്തും കിടപ്പുണ്ട്. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും ഒന്നും പേടിക്കണ്ടെന്നും പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് പ്രസംഗിക്കാൻ പറ്റും. കരുണ ദൈവത്തിൻ്റെ സ്വഭാവമാണ്, സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്വഭാവം, കരുണ ദൈവത്തിൻ്റെ നീതി തന്നെയാണ്. എന്നാൽ അതിനകത്തെല്ലാം ദൈവം പറഞ്ഞിട്ടുമുണ്ട്, ഈ കരുണ കാണിക്കുന്ന ദൈവം നിങ്ങളെങ്ങനെ ജീവിക്കണം,
ദൈവത്തോടും മനുഷ്യനോടും എങ്ങനെ പെരുമാറണമെന്നെല്ലാം ബൈബിൾ മുഴുവൻ പറഞ്ഞു തന്നേക്കാണ്. ഇത് പൂർണ്ണതയിൽ പറയാതെ അവനോനിഷ്ടമുള്ള രീതിയിലേക്ക് വ്യാഖ്യാനിക്കുമ്പോൾ ജീവൻ നൽകേണ്ട സുവിശേഷത്തിനെ വളച്ചൊടിച്ച് ഉള്ള ജീവൻ നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് വേണമെങ്കിൽ നമുക്ക് കൊണ്ട് എത്തിക്കാം. അതാണ് ഇവിടെ ക്രിസ്തു തൻ്റെ വചനത്തിലൂടെ നമ്മളോട് പറയുകയാണ്. ഇവരെന്തൊക്കെ ചെയ്യും? നമുക്കൊന്ന് എല്ലാവർക്കും ഒന്നിച്ച് ചിന്തിക്കാം ആ ഭാഗം. ഇതാ ക്രിസ്തു അവിടെ അല്ലെങ്കിൽ ഇവിടെ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം കള്ളക്രിസ്തുമാരും വ്യാജ പ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടുകയും സാധ്യമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കാത്ത വിധത്തിൽ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുകയും ചെയ്യും. ഇതാ ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് അവൻ മരുഭൂമിയിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് പുറപ്പെടരുത്. അവൻ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയും അരുത്. കിഴക്കു നിന്നും പടിഞ്ഞാറോട്ട് പായുന്ന മിന്നൽ പിണർ പോലെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം. എന്നിട്ടാണ് പറയുന്നത്, ശവമുള്ളിടത്ത് കഴുകന്മാർ വന്ന് കൂടും. പല സംവിധാനങ്ങളും ഗ്രൂപ്പുകളും ഞങ്ങളുടെ സിസ്റ്റത്തിലേക്ക് നിങ്ങൾ പോരൂ എന്നാലേ രക്ഷപ്പെടുകയുള്ളൂ, ഞങ്ങളുടെ പദ്ധതിക്കകത്തോട്ട് നിങ്ങൾ പോരൂ എന്നാലേ രക്ഷപ്പെടുകയുള്ളൂ. കാരണം അവർ ഡേറ്റ് ഇട്ടേക്കുവാണ്, ഈശോ എന്ന് വരും, ഈശോ വരാറായി, ഇന്ന ഡേറ്റിന് വരും. 2000 പറഞ്ഞു എന്നാൽ വന്നില്ല. പിന്നെ 2012 ആരാണ്ടൊക്കെ പറഞ്ഞിരുന്നു, അന്നേരവും വന്നിട്ടില്ല. അതിൻ്റെ ഉത്തരമാണ് ഇവിടെ പറയുന്നത്. മിന്നൽ പിണർ പോലെ മനുഷ്യപുത്രൻ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട്, മിന്നൽ പിണർ പോലെ ആയിരിക്കും. എന്നിട്ട് ഈശോ തന്നെ പലയിടത്തത് വ്യാഖ്യാനിക്കുന്നുണ്ട്. 2 പേര് വയലിൽ പണിയും, അതിലൊന്ന് സംഭവിക്കപ്പെടും. ഞാൻ വരുന്നത് ആർക്കും പറയാൻ പറ്റുന്ന സമയത്തായിരിക്കില്ല, അത് സത്യത്തിൽ പിതാവിനാണ് അറിയാവുന്നത്, പുത്രന് പോലും ആ സമയം അറിയത്തില്ല എന്ന് പറഞ്ഞു പോയ ക്രിസ്തുവിനേക്കാളും വലിയ സമയം അറിയാവുന്ന ആൾക്കാർ പല കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് എന്ത് സംഭവിക്കുന്നു? മനുഷ്യർ തങ്ങളുടെ ജീവിതത്തിൽ ചെയ്യേണ്ട പല കാര്യങ്ങൾ ചെയ്യാതെ, തങ്ങളുടെ കടമകൾ ചെയ്യാതെ, അല്ലെങ്കിൽ ഭയത്തോടുകൂടി ഉള്ള ജീവനെ പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എപ്പം നഷ്ടപ്പെടുമെന്ന് പറയാൻ പറ്റത്തില്ല. കഴുകന്മാർ പോലെ ഒരുപക്ഷെ പലരും അറിയാതെ ചെന്ന് വീഴുന്നു ഇങ്ങനത്തെ പ്രബോധനങ്ങളിൽ. ചിലർ അറിഞ്ഞുകൊണ്ട് തന്നെ വീഴുന്നു, മറ്റുള്ളവരെ വീഴിക്കുന്നു. എങ്ങനെയൊക്കെയോ അനേകം കഴുകന്മാരിങ്ങനെ ചുറ്റും നോക്കി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ടത്. ഇതിന് കൃത്യമായ ഉത്തരം വിശുദ്ധ പൗലോസ് ലീഹ എഫെസൂസ് ലേഖനത്തിൻ്റെ അകത്ത് നൽകുന്നുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് വായിക്കാം. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടും. വിശുദ്ധ പൗലോസ് ലീഹയുടെ എഫെസൂസ് ലേഖനം. അവൻ ചിലർക്ക് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകരും ഇടയന്മാരും പ്രബോധകന്മാരും ആകാൻ വരം നൽകി. ഇങ്ങനെ പല കാറ്റഗറിയായിട്ട് ദൈവം പലർക്ക് കൃപാകരം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നുണ്ടായതല്ല അധികാരം, ഇന്നുണ്ടായതല്ല സുവിശേഷ പ്രഘോഷണത്തിനുള്ള വെരി യുണീക്ക് സെലക്ഷൻ. ചിലർ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം, ആ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ അകത്ത് നമ്മൾ മടുക്കാതെ ആ ഈശോ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരോട് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു എന്ന് പറഞ്ഞതുപോലെ ചില സുവിശേഷ പ്രഘോഷണങ്ങൾ നമ്മളുടെ ജീവിതത്തെ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുക, ഹൃദയത്തെയും മനസ്സിനെയും ആത്മാവിനെയും എല്ലാം. അത് എത്ര മണിക്കൂർ കേട്ടാലും ചിലപ്പോൾ നമ്മൾ മടുക്കില്ല. എൻ്റെ ജീവിതത്തിലൊക്കെ ആദ്യ കാലഘട്ടത്തിൽ ഞാൻ പള്ളിക്കുന്നേരച്ഛൻ്റെ കൂടെയായിരുന്നു. അച്ഛന് ചിലപ്പോൾ 3-4 മണിക്കൂർ ഇരുന്ന് പ്രസംഗിച്ചാൽ നമ്മളെല്ലാവരും ശാന്തമായിരുന്നു. ആദ്യകാല കരസ്മാറ്റിക്കിൻ്റെ ലീഡറാണ് അച്ഛൻ. അല്ലെങ്കിൽ കരസ്മാറ്റിക് എന്ന് പറയുന്ന പ്രാർത്ഥനാ സംവിധാനത്തെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് തന്നെ കൊണ്ടുവന്നവരിൽ തന്നെ ആദ്യത്തെ ഒരാളാണ്. അമേരിക്കൻ ഡുക്കെയിൻ സർവകലാശാലയിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കണ്ടറിഞ്ഞ വ്യക്തിയുമാണ്. അപ്പോൾ പിന്നീട് എത്ര മണിക്കൂർ കേട്ടാലും നമ്മൾ മടുക്കില്ലായിരുന്നു. അങ്ങനെ അനേകം നല്ല ശുശ്രൂഷകരുണ്ട്. ഓരോരുത്തരുടെയും പേര് ഞാൻ പറയുന്നില്ല, അപ്പോൾ വേറൊരാളെ പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമാകും. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ പഠിക്കുകയൊക്കെ തിയോളജി കോഴ്സൊക്കെ പഠിച്ച സമയത്ത് പാമ്പ്ലാനി പിതാവ് ക്ലാസ് എടുക്കുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പിതാവിൻ്റെ കൂടെയുള്ള ജോജി കാക്കരമറ്റ വെച്ചൻ, അങ്ങനെ കുറച്ച് വൈദികർ ഒക്കെ നമുക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. തിയോളജിയാണ് അവർ പഠിപ്പിക്കുന്നത്. പക്ഷേ എത്ര മണിക്കൂർ നമ്മൾ കേട്ടാലും നമ്മൾ മടുക്കില്ല. ദൈവശാസ്ത്രത്തെ വളരെ സുന്ദരമായി നമുക്ക് പറഞ്ഞു തരികയാണ്. അത് അവരുടെ പ്രത്യേകമായ അഭിഷേകമാണ്, ദൈവം നൽകിയിരിക്കുന്നതാണ്. അത് കേട്ടിട്ട് ആ കൃപയല്ല കിട്ടിയത് വേറൊരാൾ നന്നായിട്ട് പാട്ട് പാടാനറിയാം, ആ ആളെന്നാൽ ഇതുപോലെ ദൈവശാസ്ത്രം പഠിപ്പിക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പം അത് അതുപോലെ ഹൃദയങ്ങളിൽ ഏൽക്കണമെന്നില്ല, ഏൽക്കുകയെന്നല്ല, എന്നാൽ അതല്ലായിരിക്കും ചിലപ്പോൾ അവരുടെ ദൈവം ഉദ്ദേശിച്ച് അവർ നല്ല പാട്ടുകൾ പാടുക എന്നായിരിക്കും. അത് ഭംഗിയായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൃപ അനേകർക്ക് അനുഗ്രഹമായി മാറും. ഇങ്ങനെ ഓരോരുത്തർക്ക് കൃത്യമായി ദൈവത്തിന് കാഴ്ചപ്പാടുണ്ട്. ഒരു കുഞ്ഞ് ഒരമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ജനിക്കുമ്പോൾ അതിനെ ദൈവത്തിൻ്റെ ഒരു പദ്ധതി അതിലൂടെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പലരും ദൈവത്തിൻ്റെ പദ്ധതി ഇട്ടിട്ട് സ്വന്തം പദ്ധതിക്ക് പോകുന്നതുകൊണ്ടും ദൈവത്തിൻ്റെ കയ്യിൽ സ്റ്റിയറിംഗ് കൊടുക്കാതെ സ്വന്തമായി വണ്ടി ഓടിക്കുന്നതുകൊണ്ടും വേറെ വഴിക്ക് പോകുന്നതാണ്. ദൈവത്തിന് വലിയ സ്വപ്നങ്ങളാണ്. ഒരു കുഞ്ഞ് ഒരമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കുഞ്ഞ്, ഈ കൊച്ച് ഇതായിരിക്കണം,
എൻ്റെ കുഞ്ഞ് എനിക്ക് വേണ്ടി വിശുദ്ധിയോടെ സ്നേഹത്തോടെ അനേകർക്ക് മാതൃകയായി ജീവിക്കും. ഇനി അതിൻ്റെ ഇടയ്ക്ക് വഴിയൊക്കെ തെറ്റും, വഴി തെറ്റും, പലയിടത്ത് പോയി വീഴും. വീഴുന്നതല്ല തെറ്റ്, വീഴുന്നിടത്ത് കിടക്കുന്നതാണ് തെറ്റ്. വീഴുന്നിടത്തുനിന്ന് എഴുന്നേക്കാൻ പ്രാർത്ഥനയോടെ കരം പിടിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന, എഴുന്നേക്കുമെന്ന് പ്രതീക്ഷിച്ച് നമ്മളുടെ നേരെ കൈനീട്ടി നിൽക്കുന്ന ഒരു ദൈവത്തെ കാണാത്തതാണ് തെറ്റ്. എൻ്റെ മകൻ വീണ് കിടക്കുന്നു, എടാ കൊച്ചെ ഇതാ കൈ നീ പിടിച്ചു എഴുന്നേറ്റു എന്ന് പറയുമ്പോൾ അത് കാണാതെ പോകുന്നതിലാണ് പ്രശ്നം കിടക്കുന്നത്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പൗലോസ്ലീഹ ഈശോ മരിച്ചു കഴിഞ്ഞാണല്ലോ ഇത് എഴുതി വെച്ചേക്കുന്നത്, ഉയർത്തും കഴിഞ്ഞ്. അത് നമ്മൾ ചിന്തിച്ചോണം. അപ്പോൾ അതിനേക്കാളും വലിയൊരു തിയോളജിയായിട്ട് നമ്മൾ ഇറങ്ങരുത്. പൗലോസ്ലീഹ നമുക്ക് വേണ്ടി പറഞ്ഞു തരികയാണ് ചിലരെ അപ്പസ്തോലന്മാരായിട്ടും, അപ്പസ്തോലിക പിന്തുടർച്ച, തിരുസഭ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ നല്ല സുന്ദരമായിട്ട് ഒരു കോംപ്രമൈസും ഇല്ലാതെ പറയുന്നു, എൻ്റെ സഭ എവിടെയാണ്? അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ. ചുമ്മാതെ പണിതല്ല. അതുകൊണ്ട് അപ്പസ്തോലന്മാരായും ചിലരെ എന്താക്കി? ഇടയന്മാരായും. അതുകൊണ്ട് എന്തിനാണ് നിങ്ങൾ അച്ഛന്മാരെ ഫാദർ എന്തിനാണ് നിങ്ങളിങ്ങനെ റെസ്പെക്റ്റ് ചെയ്യുന്നത്? എന്തിനാണ് ഇടയെന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ പിതാവെന്ന് വിളിക്കുന്നത്? എന്തെല്ലാം വ്യാഖ്യാനങ്ങളൊക്കെ. ഇത് ഇന്ന് നമ്മൾ തുടങ്ങിയ സംഭവമൊന്നുമില്ല. പൗലോസ്ലീഹ ഈശോ മരിച്ചുയർത്തതിന് ശേഷം എഴുതി എഫേസൂസിലെ സഭാസമൂഹത്തിന് വേണ്ടി എഴുതിയ ലേഖനം അതിൻ്റെ അകത്ത് വ്യക്തതയോടെ നമ്മളോട് പറഞ്ഞു തരുന്നു എന്തൊക്കെയാണ് പ്രബോധകരായും. ഇനി ബാക്കിയും നമുക്ക് വായിക്കാം. അതിൻ്റെ ബാലൻസ് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. പ്രബോധകന്മാരായും ആകാൻ വരം നൽകി. ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടിയാണ്. ഇനി ബാക്കി കൂടെ വായിച്ചിട്ട് നമുക്ക് അതിനെ കൂടുതലായിട്ട് പഠിക്കാം. എന്താണ് ഉദ്ദേശം എന്ന് മനസ്സിലായല്ലോ. ഈ ദൈവം ഓരോരുത്തർക്ക് ഓരോ ഡ്യൂട്ടി തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശങ്ങൾ കൃത്യമായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായി. ഡ്യൂട്ടി ചെയ്യുന്നവരും മനസ്സിലാക്കണം, ഇവരൊക്കെ യഥാർത്ഥ ഡ്യൂട്ടിയാണോ ചെയ്യുന്നതെന്ന് കേൾക്കുന്നവരും മനസ്സിലാക്കണം. രണ്ട് കൂട്ടരും മനസ്സിലാക്കിയാൽ വളരെ നല്ലതായിരിക്കും. എല്ലാ പ്രബോധനങ്ങളും ശരിയാണെന്നും എല്ലാം ഇവർ ഇന്നയാൾ പറയുന്നത് എന്നാ പറഞ്ഞാലും ശരിയാണെന്നും ചിന്തിക്കുന്നത് വളരെ 2 പ്രാവശ്യം ആലോചിക്കണം. ദൈവത്തിൻ്റെ വചനത്തിനോ തിരുസഭയുടെ പഠനങ്ങൾക്കോ ഒക്കെ ഇത് എതിരുണ്ടെങ്കിൽ ഈ പഠിപ്പിക്കുന്ന സാധനം ശരിയാണോ എന്നും കൂടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയം കൂടെയാണിത്. അപ്പം നമ്മൾ ചിന്തിക്കുക, എവിടെ നോക്കുക, എന്തിനു വേണ്ടിയൊക്കെയാണ് ഒന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിന്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, മാമോദീസ സ്വീകരിച്ച സർവ്വരെയും പൗലോസ്ലീഹ വിളിക്കുന്നത് വിശുദ്ധരെന്നാണ്. കൊറിന്ത്യസിലെ വിശുദ്ധരെ, അവരെല്ലാം ക്രിസ്തുവിൽ വിശുദ്ധരാണ്. അതാണ് അതിൻ്റെ ഒരു അർത്ഥം. ഓക്കെ, അപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനാണ്. ക്രിസ്തുവിൻ്റെ ശരീരം എന്താണെന്ന് പൗലോസ്ലീഹ പല ലേഖനത്തിലും ഒരുപോലെ ഒരു സംശയവുമില്ലാതെ പറയുകയാണ്. ക്രിസ്തുവിൻ്റെ ശരീരം എന്താണ്? ക്രിസ്തുവിൻ്റെ ശരീരം തിരുസഭ. ക്രിസ്തു ശിരസും ശരീരം തിരുസഭയും. പൗലോസ്ലീഹ തിരുസഭയ്ക്ക് ഇട്ടേക്കുന്ന പല പേരുകളുണ്ട്. അതിലൊന്നാണ് ക്രിസ്തുവിൻ്റെ ശരീരം, ക്രിസ്തുവിൻ്റെ മണവാട്ടി, ക്രിസ്തുവിൻ്റെ പൂർണ്ണത. അതായത് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ വ്യക്തതയിലേക്ക് വരാൻ പറ്റുക. ഓക്കെ, ബാക്കി നമുക്ക് വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാവുകയും ചെയ്യുന്നത് വരെ ഇത് തുടരേണ്ടിയിരിക്കുന്നു. ഈ പ്രബോധനവും പഠിപ്പീരും അല്ലെങ്കിൽ എല്ലാ ശുശ്രൂഷകളും എവിടം വരെ തുടരണമെന്ന് പറഞ്ഞു തരികയാണ്. ഇവരെ നല്ല ചിലർ നമുക്ക് വീണ്ടും അതിനെപ്പറ്റി പഠിച്ചു വരാം. നാം ഇനിമേൽ തെറ്റിൻ്റെ വഞ്ചനയിൽ പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടിയുലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത്. പ്രത്യുത സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു. ഇതിനെ നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതായത് പൗലോസ്ലീഹ കൃത്യമായിട്ട് പറഞ്ഞു തരികയാണ്, ദൈവവചനം ആഴമായിട്ട് പഠിക്കണം. എത്ര ക്രിസ്ത്യാനികൾ ഈ രോഗശാന്തി ശുശ്രൂഷ എന്ന് കേട്ടാൽ ഓടിയെത്തുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടീമിൻ്റെ അകത്ത് പെട്ടു അവരുടെ കൂടെ അങ്ങ് പോകുന്നു എന്നല്ലാണ്ട് എത്ര ക്രിസ്ത്യാനികൾ ദൈവവചനത്തിൻ്റെ ആഴം രണ്ടേ അതായത് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് കിട്ടിയ 2 സംഭവങ്ങളായിരുന്നു. ഈശോ കൂടെ നടന്നപ്പോൾ മോശ തുടങ്ങി പ്രവാചകന്മാരും തന്നെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പോഴാണ് അവരുടെ ഹൃദയം ജ്വലിച്ചത്. പണ്ട് പറഞ്ഞു കൊടുത്തൊക്കെ മറന്നുപോയി. അതിൻ്റെ കാരണം എന്താണ്? ഈശോ പറഞ്ഞു കൊടുക്കുന്നത് കേൾക്കുന്നുണ്ടെങ്കിലും ഇവരുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കുന്നത് എവിടെയാണ്? ഈശോ മരിച്ചുയർത്ത് കഴിഞ്ഞപ്പോൾ സംഭവമെല്ലാം മാറാൻ തുടങ്ങി, റൂട്ടെല്ലാം തിരിയാൻ തുടങ്ങി. അന്ന് വരെ ആഘോഷപരമായിട്ട് ഇങ്ങനെ നമ്മളിപ്പം നടക്കുന്ന പോലെയാണ്. എവിടെയാണ് രോഗശാന്തി ശുശ്രൂഷ, നമ്മൾ അങ്ങോട്ട് ഓടും. എവിടെയാണ് അത്ഭുതം നടക്കുന്നത്, നമ്മൾ അങ്ങോട്ട് ഓടും. ഇത് കണ്ട് അപ്പം വർദ്ധിപ്പിക്കുന്നതും രോഗം മാറുന്നതും മരിച്ചവരെ ഉയർപ്പിക്കുന്നതൊക്കെ കണ്ടിങ്ങനെ ആഘോഷമായിരുന്നു. ഹൃദയത്തിനെ ജ്വലിപ്പിക്കുന്നത് അങ്ങോട്ട് സ്വീകരിക്കാൻ വേണ്ടിയല്ല, ഇങ്ങനെ ഓടി നടക്കുമായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞ് പിന്നെ ഈ ആഘോഷമൊന്നുമില്ല.
പിന്നെ വേറൊരു റൂട്ടിലേക്കാണ് പോണേ. സെഗിയോൻ ഊട്ടുശാലയിൽ സുന്ദരമായിട്ട് ഇരിക്കുകയല്ല, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഈ കേട്ടതും കണ്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ ധീരതയോടെ ലോകത്തോട് പറയാൻ വേണ്ടി പോകുന്നൊരവസ്ഥയിലേക്ക്. അതുവരെ ഉറങ്ങിക്കൊണ്ടാവാമല്ലോ, പത്രോസ്ലീഹയൊക്കെ ഉറങ്ങിപ്പോവായിരുന്നെങ്കിൽ പിന്നെ ഉറങ്ങിയിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. അതുവരെ പേടിച്ചാൽ നടന്നെങ്കിൽ പിന്നെ ഭയമെന്ന് അവരുടെ നിഘണ്ടുവിലില്ല. അതുവരെ മ്ലാനവദനരായിരുന്നെങ്കിൽ അവർ പിന്നെ ഒരിക്കലും മ്ലാനവദനരല്ല. കാരണം 12 അപ്പസ്തോലന്മാരുടെയും ചരിത്രം എടുക്കുമ്പോൾ ചിലരെ ശരീരം നടുവേ കീറി കൊന്ന അവസ്ഥയുണ്ട്, നടുവേ കണ്ടിച്ച് കളഞ്ഞു. മത്തിയാസ് എന്ന് പറയുന്ന സഭയുടെ അപ്പസ്തോലനെയൊക്കെ, കർത്താവിൻ്റെ അപ്പസ്തോലനെ. അതുപോലെ തന്നെ ഫിലിപ്പോസ് തലകീഴായി ക്രൂശിക്കപ്പെട്ടപ്പോൾ പോലും ആ മരണസമയം വരെ തലകീഴായി കിടന്നുകൊണ്ട് തന്നെ സുവിശേഷം പ്രഘോഷിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഈ ധൈര്യത്തിലേക്ക് അവർ നയിക്കപ്പെട്ടു. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്, ഈ അത്രയും ഔന്നത്യത്തിലേക്ക്, അതായത് ഈശോ എമ്മാവൂസിലെ ശിഷ്യന്മാരോട് ഒന്ന് മോശ തുടങ്ങി സർവ്വപ്രവാചകന്മാരും ക്രിസ്തു ആരാണെന്ന് പറഞ്ഞതിനെപ്പറ്റി വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു. അതായത് വചനം കേൾക്കുമ്പോൾ ഹൃദയം ജ്വലിക്കുന്നു. വചനം കേൾക്കുക മാത്രമല്ല, അത് ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ ഹൃദയം ജ്വലിക്കുന്നു. അതൊന്ന്. രണ്ടാമത് ഈശോ അപ്പം മുറിച്ചു കൊടുത്തപ്പോൾ അവരുടെ കണ്ണും തുറന്നു. ഈ 2 കേസാണ് വേണ്ടത്. ഒന്ന് കൂദാശ, 2 വചനം. ഇത് രണ്ടും തുല്യമാണ്. ചിലർ ഓർക്കും വചനം മാത്രം മതി, കൂദാശ വേണ്ട. അല്ല, വചനം മാത്രമായിരുന്നെങ്കിൽ കർത്താവിന് ഈ കൂദാശകൾ സ്ഥാപിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇനി കൂദാശ മാത്രം മതി, വചനം വേണ്ട, അതിനെപ്പറ്റി ഒരു ഗ്രാഹ്യവും വേണ്ടെന്നും പറയരുത്. ചിലരൊക്കെ നമ്മളൊക്കെ പഠിക്കാൻ തുടങ്ങിയ സമയത്തൊക്കെ പലരും ചോദിച്ചിരുന്നു, എന്നാ കാണിക്കാനാണ് തിയോളജി പഠിക്കുന്നത്, അല്ല വചനം എന്തിനാണ് പഠിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ സെയിൻറ്റ് അഗസ്റ്റിനോ തോമസ് അക്വീനോസോ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്തെടുത്ത് ഇപ്പോൾ ത്രിത്വം എന്നുള്ള വാക്ക് തന്നെ ആര് പറഞ്ഞു തന്നു? സഭാപിതാക്കന്മാരിൽ നിന്ന് ഒന്നാണ്. അവർ രാവും പകലും പാഷണ്ഡതകൾക്കെതിരെ പ്രവർത്തിക്കുകയും അതിനെ ഖണ്ഡിക്കാനുള്ള കാര്യങ്ങളെപ്പറ്റി ദൈവം കൊടുക്കുന്ന ജ്ഞാനമനുസരിച്ച് സഭയിലെ അംഗങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തതുകൊണ്ടാണ് നമ്മൾ ഇന്നും പല പ്രാർത്ഥനകൾ ചെല്ലുന്നതും പാഷണ്ഡകളെ ജയിച്ച് സഭ ഇത്രയും നാളും മുന്നോട്ട് പോയതും. അത് ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികൾക്ക് അതിൻ്റെ ജ്ഞാനം കൊടുത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ദൈവവചനത്തിനോട് ആഴമായി സ്നേഹം തോന്നാൻ വചനം നല്ലതുപോലെ നമ്മൾ മനസ്സിലാക്കണം. കാരണം നമുക്ക് ദൂരെ നിൽക്കുന്ന കേട്ടറിവ് വെച്ച ഒരാളെ സ്നേഹിക്കുന്നതാണോ, ആ വ്യക്തിയെ എപ്പോഴും കൂടെ നടന്ന് അറിഞ്ഞിട്ട് സ്നേഹിക്കുന്നതാണോ വ്യത്യാസം നമ്മൾ ഓർക്കണം. രണ്ടിന് ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പോൾ ഈശോയെപ്പറ്റി ദൈവത്തെപ്പറ്റി പഠിക്കുന്നതിൻ്റെ പേരാ ദൈവശാസ്ത്രം. അപ്പോൾ ദൈവവചനത്തിൻ്റെ ആഴം പഠിക്കാൻ വേണ്ടി ഒരാൾ മെനക്കെടുമ്പോൾ തന്നെ ദൈവം ആ വ്യക്തിക്ക് കൊടുക്കുന്ന ജ്ഞാനം തന്നെ വളരെ ഔന്നത്യം നിറഞ്ഞതായിരിക്കും, ഒരു സംശയവും വേണ്ട. കാരണം ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ മനുഷ്യൻ സമയം മാറ്റി വയ്ക്കുമ്പോൾ ദൈവവചനം, അതിപ്പോൾ എല്ലാവരും പോയി ദൈവശാസ്ത്രം ത്തിൻ്റെ ഒരു കോഴ്സ് പഠിക്കണമെന്ന് തന്നെയല്ല ഇതിൻ്റെ അത് ഉദ്ദേശം. ദൈവവചനം സ്നേഹത്തോടെ വായിച്ച് അത് ധ്യാനിക്കുമ്പോൾ ദൈവം നൽകുന്ന ഒരു വലിയ ആത്മീയ ജ്ഞാനമുണ്ട്. ദൈവം നമ്മളിലേക്ക് ആ ജ്ഞാനം നിറച്ചുകൊണ്ടേയിരിക്കും. വചനം നൽകുന്ന ആഴമാണ്. ഒരു പ്രാവശ്യം വായിക്കുന്നതല്ല, അടുത്ത പ്രാവശ്യം വായിക്കുമ്പോൾ നമുക്ക് ആ ആഴം കൂടിക്കൂടി വരും. അത് ഓരോ പ്രാവശ്യവും അത് തേൻകട്ട പോലെ മധുരിക്കാൻ തുടങ്ങും. അങ്ങനെ ദൈവവചനത്തിൻ്റെ ഒരു വലിയ ആഴമായ ബോധ്യം, അത് എന്തെങ്കിലും കാര്യത്തിൽ ഉടക്കി നിൽക്കുന്നതല്ല, അത് A to Z. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പ്രവാചകന്മാരിലൂടെ സംസാരിച്ച ദൈവം എങ്ങനെ പുതിയ നിയമത്തിൽ സംസാരിച്ചു, അത് എങ്ങനെ സഭ പിന്തുടരുന്നു ഇന്ന്, ഇതെല്ലാം നമുക്ക് മനസ്സിലാകും. 2 കാര്യം ഒരുപോലെ പോകണം, സമാന്തരമായി നന്നായിട്ട് പോകേണ്ടതാണ്. ഒന്ന് ദൈവവചനവും, 2 കൂദാശകൾ നിറഞ്ഞു നിൽക്കുന്ന സഭയുടെ പഠനങ്ങളും. കാരണം സഭയും കൂദാശകളും ഇല്ല എങ്കിൽ നമ്മൾ ഇന്ന് എങ്ങനെയാണ് ഇതിനെ സ്വീകരിക്കുക? അതുകൊണ്ട് തന്നെ രണ്ടും ഒന്നിനൊന്ന് തുല്യമായി കർത്താവിൻ്റെ പദ്ധതിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മളതിനെ ആഴത്തിൽ ബോധ്യത്തോടെ പഠിക്കണം. അപ്പോൾ ഇവിടെ പൗലോസ്ലീഹായി നമ്മളോട് പറയുകയാണ്, എന്താണ്? വക്രത നിറഞ്ഞ ചില പ്രബോധനങ്ങൾ. അതിൻ്റെ കൃത്യമായ വചനം നമുക്കൊന്ന് നോക്കാം. എന്താണത്? ഇനിമേൽ തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടി ഉലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത്. എന്തുകൊണ്ടാണ്? അതായത് നമ്മൾ 1ാം ക്ലാസ്സിലെ സ്കൂളിൽ 1ാം ക്ലാസ്സിൽ നമ്മളെ അപ്പനും അമ്മയും കൂടെ പറഞ്ഞു വിട്ടപ്പോൾ 1 1 2 പഠിച്ചാൽ മതിയായിരുന്നു. അല്ലെ 5 5 10 നമ്മൾ പഠിച്ചു. എന്നാൽ 10ാം ക്ലാസ്സിൽ അതേ സാധനമല്ല നമ്മൾ പഠിക്കുന്നത്. അന്ന് കണക്കിൻ്റെ വേറൊരു ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അല്ലെങ്കിൽ 1ാം ക്ലാസ്സിൽ നമ്മൾ അമ്മ എന്ന് എഴുതാൻ പഠിച്ചാൽ മതിയായിരുന്നു. എന്നാൽ 10ാം ക്ലാസ്സിൽ നമ്മളൊരു എസ്സേ തന്നെ എഴുതണം മലയാളത്തിൽ. 1ാം ക്ലാസ്സിൽ നമുക്ക് ഹിസ്റ്ററിയേ പഠിക്കണ്ട, എന്നാൽ 10ാം ക്ലാസ്സിൽ നമ്മൾ ഹിസ്റ്ററി പഠിക്കണം. അപ്പോൾ ഈ ശിശുക്കളായിട്ടിരിക്കുന്നത് കൊണ്ടാണ് പലരും പറ്റിക്കുമ്പോൾ, വഞ്ചിക്കുമ്പോൾ കഴുകന്മാർ നോക്കിയിരിക്കുന്നിടത്ത് വീണു പോകുന്നത്. പലയിടത്തും ചെന്ന് പലരെയും ഈ പേടിപ്പിച്ചാൽ പേടിക്കുന്നതൊക്കെ ആരാന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവർക്ക് ദൈവവചനവുമായിട്ട് ആഴമായ ബന്ധമില്ല.
ദൈവവചനവുമായിട്ട് ആഴമായ ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ സംഖ്യാപുസ്തകം ഒരു പ്രാവശ്യം വായിച്ചെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാനേ. ഈ അടുത്ത ദിവസങ്ങളിലൊരു എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്, UK യിലുള്ളതാണ്. അതോ ഒരാൾ പറഞ്ഞു ആ കൂട്ടുകാരിയോട്, ഞാനിപ്പോൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാൻ മേലാത്തതുകൊണ്ടാണ് പറയാത്തത്, ആ കൂട്ടുകാരിയോട് പറഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ മുഴുവൻ കൂടോത്രവും മന്ത്രമൊക്കെ ഇങ്ങനെയുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ അതിനെ മാറ്റാൻ വേണ്ടി പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് മെസ്സേജ് അങ്ങ് ഇട്ട്. അപ്പോൾ ഈ ചേച്ചി എന്നോട്, ചെറിയ 19 വയസ്സുള്ള ഒരു ചേച്ചിയാണ്, ചേച്ചി എന്നോട് ചോദിച്ച്, ലിസി എന്താ ചെയ്യുക, ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുമോ, ഞങ്ങൾക്ക് പേടിയാണ്. ഞാൻ അവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിഷമം ഇത് കേട്ടപ്പോൾ തോന്നി. ഞാൻ പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ ഇവിടം വരെ എന്നാ പ്രശ്നമുള്ള, ഇപ്പോൾ എന്നോട് വിളിക്കുമ്പോൾ വരെ നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ട്? അവർ പറഞ്ഞു ഒരു പ്രശ്നമില്ല. അപ്പോൾ പിന്നെ നാളെ എന്താ പ്രശ്നം? ഇന്നലെ വരെ ഒരു പ്രശ്നവും വന്നിട്ടില്ല, ഇന്നും ഇല്ല പ്രശ്നം, ഇനി നാളെ അഥവാ ജീവിതത്തിൽ കടബാധ്യത, ജോലി നഷ്ടമൊക്കെ വരാം. അത് ലോകത്തിൽ എല്ലായിടത്തും വരുന്നുണ്ട്. ആരെന്ത് ചെയ്തിട്ടാണ്? ലോകത്തിൽ എല്ലാവരും മരിക്കുന്നുണ്ട്. എല്ലാവരും എന്ത് ചെയ്തിട്ടാണ്? ആയിരക്കണക്കിന് പേര് രോഗികളാവുന്നുണ്ട്. ആരെന്ത് ചെയ്തിട്ടാണ്? അപ്പോൾ അവിടെയാണ് ദൈവവചനം, ഇസ്രായേലിന് മന്ത്രം ഫലിക്കുകയില്ല, യാക്കോബിന് ഒരു ആഭിചാരവും ഏൽക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഇതൊന്നും സംഭവിക്കില്ല. ആ വചനം ഇവർക്ക് അറിയാമെങ്കിൽ, അതിൻ്റെ ആഴത്തിൽ അറിയാമെങ്കിൽ, അത് തന്നെയല്ലേ ദാവീദ് പറഞ്ഞു വെച്ചേ, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ അല്ലല്ലേ എനിക്കൊരു അനർത്ഥവും സംഭവിക്കില്ല. അപ്പറേ 1000 വീണോട്ടെ, ഇങ്ങേ വശത്ത് 10,000 വീഴട്ടെ, എനിക്കൊന്നും പറ്റില്ല. പിന്നെ നമ്മൾ എന്തിനാണ് ഇതൊക്കെ വായിച്ചിട്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്നത്? അതിൻ്റെ ആഴം എവിടെ നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഓർക്കുക, ശിശുക്കളായിരിക്കുന്നിടത്താണ് നമ്മളെ മുതലാക്കുന്നത്. വചനത്തിൽ പക്വതയാർന്നു കഴിഞ്ഞാൽ നമ്മളെ തൊടാൻ ആവശ്യമില്ലാത്ത ഒരു കള്ളപ്രബോധനങ്ങൾക്കും പറ്റുകയില്ല. ഇനി അതുകൊണ്ട് തന്നെ കാലഘട്ടം മനസ്സിലാക്കി അത് പത്രോസ്ലീഹയുടെ 2-ാം ലേഖനം 2-ാം അധ്യായം ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണതയെ മനസ്സിലാകും. വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ ലേഖനം 2-ാം ലേഖനത്തിലെ 2-ാം അധ്യായം. ഇസ്രായേൽ ജനങ്ങൾക്കിടയിൽ വ്യാജ പ്രവാചകനും ഉണ്ടായിരുന്നു, അതുപോലെ തങ്ങളുടെ മേൽ ശീഘ്രനാശം വരുത്തി വയ്ക്കുന്ന വ്യാജ ഉപദേഷ്ടാക്കൾ നിങ്ങളുടെ ഇടയിലും ഉണ്ടാകും. അവർ വിനാശകരമായ അഭിപ്രായങ്ങൾ രഹസ്യത്തിൽ പഠിപ്പിക്കുകയും തങ്ങളുടെ വില കൊടുത്തു വാങ്ങിയ നാഥനെ പോലും നിഷേധിക്കുകയും ചെയ്യും. പലരും അവരുടെ ദുഷിച്ച മാർഗത്തെ അനുഗമിക്കുകയും തന്മൂലം സത്യത്തിൻ്റെ മാർഗം നിന്ദിക്കപ്പെടുകയും ചെയ്യും. അത്യാഗ്രഹം കാരണം വ്യാജം പറഞ്ഞ് നിങ്ങളെ അവർ ചൂഷണം ചെയ്യും. ഇതിൻ്റെ കാരണം എല്ലാം കൂടെ ഇതാണ്ട് പത്രോസ്ലീഹായ അന്നേ എഴുതി വെച്ച ആദ്യത്തെ മാർപ്പാപ്പ യേശു ആരുടെ മേൽ സഭ പണിയുമെന്ന് പറഞ്ഞോ, ആ പത്രോസ്ലീഹായ്ക്ക് കറക്റ്റ് ബോധ്യം ഉണ്ടായിരുന്നു. എന്താ ലക്ഷ്യമെന്ന് ഇവിടെ 1 വേർഡിൽ എഴുതിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് നിങ്ങളെ ഈ വ്യാജമെല്ലാം പഠിപ്പിക്കുന്നത്? അവനോൻ്റെ കാര്യം നേടാൻ വേണ്ടി. അത് കൃത്യമായ വാക്ക് തന്നെ പറയുന്നതല്ലേ. നമ്മൾ എന്തിനു വേണ്ടിയാണ്? അത്യാഗ്രഹം കാരണം വ്യാജം പറഞ്ഞു തരും. അവനോൻ്റെ കുറച്ച് നേട്ടങ്ങൾക്ക് വേണ്ടി മനുഷ്യരെ ശവങ്ങളാക്കി മാറ്റുന്ന സംവിധാനങ്ങളെ നിങ്ങൾ പേടിക്കരുത്, അതിൻ്റെ പുറകെ പോകരുത്. നമുക്ക് വ്യക്തമായിട്ട് ഈ 2020 വർഷമായിട്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന അപ്പസ്തോലികമായ ഒരു സഭ നമുക്കുണ്ട്. അവിടെ അധികാരികളുമുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും സംഘടന പറയുന്ന ഇപ്പം തീരും നിങ്ങൾ ഇങ്ങ് പോരെന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകെ പോകുന്ന മനുഷ്യരായി ക്രിസ്ത്യാനികൾ മാറരുത്. 2, തെറ്റായ പ്രബോധനങ്ങൾ കേട്ടാൽ അതിനൊരു സംശയം വന്നാൽ സഭയിൽ അനേകം നല്ല അറിവുള്ള ജ്ഞാനമുള്ള ദൈവം നിയോഗിച്ച സഭാപിതാക്കന്മാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. സഭയ്ക്കുണ്ട്. സഭയിൽ ഒന്നും അറിയാൻ മേലാത്തവരെല്ലാം കൂടെ അല്ല സഭയെ നയിക്കുന്നത്. കുറവുകളും തെറ്റുകളും ഒക്കെ സഭയ്ക്കുണ്ട്. പക്ഷേ ദൈവം നയിക്കുന്ന സഭയായതുകൊണ്ട് അതിൻ്റെ സർവ്വജ്ഞാനവും സഭയ്ക്കുണ്ട്. അതുകൊണ്ട് ഒരു ഡൗട്ട് വന്നാൽ സഭയുടെ അറിവുള്ള അധികാരികളോട് ചോദിച്ച് മനസ്സിലാക്കണം. ഈ വ്യാജ പ്രബോധനങ്ങളെയും തെറ്റായ പഠനങ്ങളെയും കള്ള നാണയങ്ങളെയും തിരിച്ചറിയണം. ആരും സ്വയമേ ജീവൻ നഷ്ടപ്പെടുത്തി ശവമായിട്ട് മറ്റൊരാൾക്ക് ഭക്ഷണമാകാൻ വേണ്ടി പോകരുതെന്ന് ഇന്നത്തെ ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ആഴമായ പ്രബോധനങ്ങളിലേക്ക്, വചന പഠനത്തിലേക്ക് നമുക്ക് കടന്നുചെല്ലാം. ദൈവം നമ്മെ എല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappad.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിമാ